ശ്രീ KPO റഹ്മത്തുള്ള, മലബാറിൽ രാഷ്ട്രീയം മാറും, മലപ്പുറത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാലാവസ്ഥ മാറും എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞത്. അൻവറിനെ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരിക്കലും ചിന്തിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യാത്ത വിഷയം എന്ന് 4 ദിവസം മുൻപ് പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഒരു സൂചന നൽകുന്നു. ഇപ്പോൾ ഇന്നോവ മാഷാ അല്ലാ എന്നതാണ് KK രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. PV അൻവറിന്റെ വാർത്താ സമ്മേളനം പൂർണ്ണമാകുമ്പോൾ UDFിലെ ഘടകകക്ഷികൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായവരൊക്കെ അഭിപ്രായങ്ങൾ പറയുകയാണ്. എന്ത് മാറ്റം മലബാറിൽ അൻവറിന്റെ ഈ പൊട്ടിത്തെറിച്ചുള്ള വാർത്താ സമ്മേളനം സൃഷ്ടിക്കും? അൻവർ പ്രത്യേകിച്ച് പറഞ്ഞത് പിണറായി ഭരണത്തിൽ നീതി ലഭിക്കാത്ത പ്രധാനപ്പെട്ട വിഭാഗം ന്യൂനപക്ഷങ്ങളാണ് എന്നാണ്. വർഗീയ കലാപമുണ്ടാക്കി കേരളത്തെ കുരുതി കൊടുക്കാനാണ് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥന്മാരും പോലീസും ശ്രമിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സഖാക്കൾക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് സഖാക്കൾക്ക് ചെന്നുകൂടാ എന്നുള്ള തിട്ടൂരമൊക്കെ PV അൻവർ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലബാറിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾ വർഗീയതക്കെതിരെ സംസാരിച്ചപ്പോൾ RSSുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് അജിത് കുമാർ പോയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങൾ അൻവറിൽ ഒരു രക്ഷകനെ കാണുന്നു എന്നതാണ് സത്യം. കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അബ്ദുള്ളക്കുട്ടിയുടെ കാര്യമാണ്. അന്ന് K സുധാകരൻ അബ്ദുള്ളക്കുട്ടിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞ വാചകമുണ്ട്: ഇത്രയും കാലം ഞങ്ങളെ അടിക്കാൻ CPM ഉപയോഗിച്ച വഴി കയ്യിൽ കിട്ടുന്നൊരവസരമുണ്ടായാൽ ഞങ്ങൾ അത് എടുത്ത് തിരിച്ചടിക്കാതിരിക്കുമോ എന്ന്. ആ അനുഭവം തന്നെയാണ് അൻവറിനെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും എത്ര കടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും അൻവറിനെ സ്വീകരിക്കാൻ UDF തയ്യാറാവും എന്നത് തന്നെയാണ് സത്യം. കാരണം മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും ഈ ഭരണത്തിന്റെ നെറികേടുകൾക്കുമെതിരെ ഇത്ര ആഴത്തിൽ സംസാരിക്കാൻ മറ്റൊരാളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെയുള്ള വാർത്താ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിക്ക് രക്ഷാകവചം ഒരുക്കി സംസാരിച്ച അൻവറിനെ ഏറ്റവും കൂടുതൽ ദുഃഖിതനാക്കിയതും ഏറ്റവും കൂടുതൽ പ്രകോപിതനാക്കിയതും മുഖ്യമന്ത്രിയുടെ താൻ കള്ളനാണ് എന്ന് പറയാതെ പറഞ്ഞു എന്നതുകൊണ്ടാണ്. ഞാൻ കള്ളക്കടത്തുകാരനാണ് എന്ന സൂചന മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയോടൊപ്പമുള്ളവരാണ് യഥാർത്ഥ കള്ളന്മാരെന്ന് ഒരു മറയുമില്ലാതെ അൻവർ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും CPMനെയും പാർട്ടിയെയും ജില്ലാ നേതൃത്വത്തെയും ഒക്കെ പരമാവധി നന്നാക്കാൻ ശ്രമിച്ചിട്ട് 8-9 മാസത്തോളം അതിനു വേണ്ടി കഠിന പരിശ്രമം ചെയ്തിട്ട് അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് താൻ ജനമധ്യത്തിൽ ഇത് പരസ്യമായി പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അളവറ്റ് വിശ്വസിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതെല്ലാം നാട്യങ്ങളായിരുന്നു അവരുടെ നടപടികൾ എന്ന് ബോധ്യമായപ്പോഴാണ് താൻ എല്ലാ വിലക്കുകളും ലംഘിച്ച് രംഗത്ത് വരുന്നത് എന്നാണ് PV അൻവർ പറയുന്നത്. TPയെ പോലെയോ മറ്റോ എന്നെ ഭീഷണിപ്പെടുത്താനോ എന്റെ മേലെ കയറാനോ വന്നാൽ വെറുതെ വിടില്ല എന്ന സൂചനയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ സാധാരണ സഖാക്കളൊക്കെ എന്റെ ഒപ്പമാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്ക് ശേഷം നിലമ്പൂരിൽ ഒരു യഥാർത്ഥ സഖാവുണ്ടാകുന്നു എന്ന രൂപത്തിലാണ് അൻവർ കടന്നു വന്നത് മുതലുള്ള സഖാക്കളുടെ സംസാരങ്ങൾ. സാധാരണക്കാർക്കും പാവങ്ങൾക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് താൻ ശബ്ദിക്കുന്നത് എന്നാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നു, ഭരണപക്ഷത്തുള്ളവർ ശ്രമിക്കുന്നു. അതിന്റെ കാഠിന്യം വളരെ വിലയേറിയതായിരിക്കും. സമാധാനത്തോടുകൂടി ഒരാൾക്കും വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് അൻവർ പറയുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പോലീസും മുഖ്യമന്ത്രിയും ഭരണകൂടവും ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പെരും നുണകളാണ് എന്ന് വീഡിയോ സഹിതമാണ് PV അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നു മുതൽ അദ്ദേഹം പുതിയ കാര്യങ്ങൾ കൂടി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അജിത് കുമാറിന്റെ സ്വത്തിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ പറയും.
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാളെ രാവിലെ അദ്ദേഹം പത്രക്കാരുമായി കൊണ്ടോട്ടിയിലെ ഈ സ്വർണം തട്ടിയെടുക്കലിന് പ്രധാന ഇടനിലക്കാരനായി നിന്ന തട്ടാൻ ഉണ്ണി എന്ന് പറയുന്ന ആളടുത്തേക്ക് പോകുന്നു എന്ന്. അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ എന്തായാലും തന്റെ പോർമുഖം അത് കൂടുതൽ ശക്തമാക്കും എന്ന സൂചനകൾ കൂടി പി വി അൻവർ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ രണ്ട് അതിഥികളിലേക്കും വരാം, ഒരു ഇടവേള കൂടി.